തിരുവനന്തപുരം അരുവിക്കരയിലെ ഒരു കല്യാണ വീട്ടിൽ നിന്നാണ് പാൻപരാഗ് മിഠായിയെ ചൊല്ലിയുള്ള തർക്കം തുടങ്ങിയത്. എങ്ങനെയെന്നല്ലേ? കഴിഞ്ഞ ദിവസം അരുവിക്കരയിൽ ഒരു വിവാഹ സൽക്കാര ചടങ്ങിൽ കുറച്ച് മിഠായികൾ വിതരണം ചെയ്തു. കഴിച്ചപ്പോൾ മിഠായിക്ക് പാൻപരാഗിൻ്റെ രുചി. പറഞ്ഞു കേട്ട് വന്നപ്പോൾ മിഠായി കഴിച്ചവർക്കെല്ലാം ഒരേ അഭിപ്രായം. ചിലർക്ക് അല്ലറ അസ്വസ്ഥതകളും ഉണ്ടായി. മിഠായിയുടെ പേര് നോക്കിയപ്പോൾ മിൻഡോ പാൻ. പിന്നാലെ ഈ മിഠായി അരുവിക്കര മേഖലയിൽ വ്യാപകമായി വിൽക്കുന്നുണ്ട് എന്നും സ്കൂൾ കുട്ടികളടക്കം ഇത് കഴിക്കുന്നുണ്ട് എന്നുമുള്ള പ്രചരണം ശക്തമായി. ഒട്ടും വൈകിയില്ല. ഫുഡ് ആൻഡ് സേഫ്റ്റിയും എക്സൈസും ആരോഗ്യ വിഭാഗവും മിന്നൽ പരിശോധനയ്ക്കിറങ്ങി. അരുവിക്കര സ്കൂൾ പരിസരത്തും മുള്ളിലവൻമൂട് ജംഗ്ഷനിലും പരിശോധന തകൃതിയായി നടന്നു. പക്ഷേ മിൻഡോ പാൻ മാത്രം കിട്ടിയില്ല. തുടർന്നും പരിശോധന നടത്തുമെന്ന ഉദ്യോഗസ്ഥർ. പാൻപരാഗിൻ്റെ ഫ്ലേവറിലുള്ള മിഠായികൾ വ്യാപകമായി അരുവിക്കരയിൽ വിൽപ്പന നടത്തുന്നു എന്ന പരാതിയുടെ അടിസ്ഥാനത്തിൽ പരാതിക്കാരനെ ബന്ധപ്പെട്ടതിൽ നിന്ന് ശരിയായ കടയുടെ വിവരം ലഭ്യമായിട്ടില്ല. ലഭ്യമാവുന്ന മുറയ്ക്ക് തുടർ നടപടികൾ സ്വീകരിക്കുന്നത്. മിൻഡോ പാൻ കിട്ടിയില്ലെങ്കിലും വേറെ കുറെ തട്ടിപ്പുകൾ അന്വേഷണ സംഘത്തിന്റെ കണ്ണിൽപ്പെട്ടു. പല കടകളിലും ലേബലില്ലാത്തതും കാലാവധി കഴിഞ്ഞതുമായ മിഠായികൾ യഥേഷ്ടം വിൽക്കുന്നു. ഇനി മേലാൽ ഇമാതിരി പരിപാടി കാണിക്കരുത് എന്ന താക്കീത് കൂടി നൽകിയിട്ടാണ് സംഘം മടങ്ങിയത്. റിപ്പോർട്ടർ, തിരുവനന്തപുരം.